ഹലോ എവരിയോൺ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് കുറച്ച് നല്ല നാടൻ കപ്പ കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കൊത്തിയരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ആ നാരൊക്കെ എടുത്ത് മാറ്റി കുറച്ച് ഉപ്പ് ഇട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്തി മാറ്റി വെച്ചു. അതിലെ കട്ട് പോകാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യണേ. അതിനുശേഷം 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരു മൺചട്ടിയിലേക്ക് മാറ്റി അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചു. നല്ലോണം തിള വന്ന് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേറെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും അത് വേവാനായിട്ട് വെച്ചു. ഒരു പ്രാവശ്യമൊക്കെ ഊറ്റിയാൽ മതിയാവുമായിരിക്കും, പക്ഷേ കട്ടുണ്ടോ എന്നുള്ള പേടിയിലാണ് ഞാനിങ്ങനെ 2 പ്രാവശ്യം ഊറ്റി ആ വെള്ളം കളയുന്നത്. ഇപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റി വെള്ളം വാലാനായിട്ട് വെക്കാം. എന്നിട്ട് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി, കുറച്ച് കറിവേപ്പില, ഒരു പുളിഞ്ചിക്ക ഇത്രയും അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ആ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് ചെറു തീയിൽ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് നല്ലോണം ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല മീൻകറിയും കൂട്ടി ഒരു പിടി പിടിക്കുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഒരു രക്ഷയില്ല.